നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എഫേസ്യർക്ക് ലേഖനത്തിനകത്ത് 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വചനങ്ങൾ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നമ്മൾ ദൈവം മനുഷ്യർക്ക് അല്ലെങ്കിൽ തൻ്റെ മക്കൾ ധരിക്കേണ്ട സർവായുധ വർഗത്തെക്കുറിച്ച്, ദ ആർമർ ഓഫ് ഗോഡ്, അതിൻ്റെ ഓരോ പീസസിനെ കുറിച്ച് അല്ലെങ്കിൽ കോമ്പണൻസിനെ കുറിച്ച് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. എല്ലാം തീർന്നില്ലെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും സത്യത്തെക്കുറിച്ചും സത്യമെന്ന ബെൽറ്റിനെ കുറിച്ചും അതുപോലെ നീതി എന്ന കവചത്തെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡായിട്ട് കാണുവാനായിട്ടിടയായി. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു സമാധാനത്തിൻ്റെ സുവിശേഷവും അതുപോലെ വിശ്വാസത്തിൻ്റെ പരിചയത്തെക്കുറിച്ചും. നമുക്കിന്ന് 15-ാമത്തെ വാക്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, ഇത് കഴിഞ്ഞ പ്രാവശ്യവും വളരെ എംഫസൈസ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. നമ്മളെ ദൈവം എല്ലാവരെക്കുറിച്ചും, ചേർച്ചിലുള്ള എല്ലാവരെക്കുറിച്ചും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും സജ്ജരായി തീർന്നേ മതിയാകൂ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പിരിച്വൽ വാർഫെയറിന്, പിശാചുമായിട്ടുള്ള യുദ്ധത്തിന് നമ്മൾ ഓരോ വ്യക്തികളും സജ്ജരായി തീർന്നേ മതിയാവും. അപ്പം അതിന് കുറേ കണ്ടീഷൻസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. അത് മീറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഈ സ്പിരിച്വൽ വാർഫെയറിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പം ദൈവം ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെ ദൈവം യഥാർത്ഥത്തിൽ റേസ് ചെയ്യുവാണ്, എക്വിപ്പ് ചെയ്യുവാണ്, സജ്ജരാക്കുകയാണ് പിശാചിനോടും അവൻ്റെ സൈന്യത്തോടും സ്പിരിച്വൽ വാർഫെയർ നടത്താൻ വേണ്ടി. അപ്പോൾ ഈ സ്പിരിച്വൽ വാർഫെയർ നടത്തണമെങ്കിൽ ഓരോ വിശ്വാസിയും ധരിക്കേണ്ട സർവായുധ വർഗത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബെൽറ്റും അതുപോലെ കവചത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അടുത്തത് 15-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ഞാൻ 14 മുതൽ വായിക്കാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. 15-ാമത്തെ വാക്യം പറയുകയാണ്, സമാധാന സുവിശേഷത്തിനായുള്ളത് ഉള്ള ഒരുക്കം. ഹാവിങ് ഷോഡ് യുവർ ഫീറ്റ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഗോസ്പൽ ഓഫ് പീസ്. അപ്പം ബെൽറ്റും അതുപോലെ ബ്രസ്റ്റ് പ്ലേറ്റും കഴിഞ്ഞു. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കാലിൽ അല്ലെങ്കിൽ ധരിക്കേണ്ട ബൂട്ടാണ്. ഇറ്റ്സ് ഈക്വലൻ ടു ബൂട്ട്. ആ ബൂട്ടായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സമാധാനത്തിനായിട്ടുള്ള സുവിശേഷം. ഇറ്റ് ഈസ് കോൾഡ് എസ് എ ഗോസ്പൽ ഓഫ് പീസ്. എന്തുകൊണ്ടാണ് അത് സമാധാനത്തിൻ്റെ സുവിശേഷം എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചതുപോലെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് അവൻ അകന്നു മാറി, ദൈവത്തോട് സമാധാനമില്ലാത്തവനായി മാറി. നമ്മൾ റോമർ 5-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ വായിക്കുന്നു, നാം നീതീകരിക്കപ്പെടുന്നതിലൂടെ നമുക്ക് ദൈവത്തോട് സമാധാനം ഉള്ളവരായി തീർന്നു. അതുപോലെ തന്നെ ഒരു പ്രയോഗമാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ സ്ഥാനപതികളാകുന്നുവെന്നും ഞങ്ങളുടെ ദൗത്യമെന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു റീകൺസിലേഷൻ, നമുക്കൊരു ദൈവത്തോട് വീണ്ടും വീണ്ടും ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുകയാണെന്നുള്ളതാണ്. മാത്രമല്ല, ഈ വെറും സുവിശേഷമല്ല ബൂട്ടെന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ നോക്കുകയാണെങ്കിൽ, ഷോഡ് യുവർ ഫീറ്റ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഗോസ്പൽ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനായുള്ള ഒരുക്കം. സോ ദാറ്റ് മീൻസ് ഓരോ സോൾജറും, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ പട്ടാളക്കാരനും അവനെപ്പോഴും റെഡിയായിട്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് സുവിശേഷം പറയുക എന്നുള്ളതാണ്. അതായത് നമ്മൾ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ
അപ്പോസ്തലൻ തിമോത്തിയെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ബി റെഡി ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. പ്രീച്ച് ദ ഗാസ്പൽ. സോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഏത് വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടുമ്പോഴും നമ്മളുടെ യഥാർത്ഥത്തിലുള്ള കൺസേൺ എന്താണ് അവരെക്കുറിച്ച്. ഒരു അവിശ്വാസിയുമായിട്ട് കണ്ടുമുട്ടുമ്പം ഉണ്ടാകേണ്ട യഥാർത്ഥ കൺസേൺ എന്ന് പറയുന്നത്, നമ്മുടെ ചിന്താഗതികൾ നിത്യതയുടേതാണെങ്കിൽ നമ്മളെപ്പോഴും അവരുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ആഗ്രഹം, അതിനുള്ളൊരു അവസരം കർത്താവ് തരുമ്പോൾ ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. സോ സുവിശേഷത്തിന്, സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമായിട്ട് നമ്മുടെ ഫീറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ പാദത്തെ ദൈവം തന്നിരിക്കുന്ന സർവായുധ വർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമാധാനത്തിൻ്റെ സുവിശേഷം നിൻ്റെ കാലിന് നിനക്ക് ചെരുപ്പായി, അല്ലേ? സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ഇതാണ്. അപ്പം ഈ ബൂട്ടിൻ്റെ ഒരു പ്രത്യേകത, സോൾജേഴ്സിന് സാധാരണ ബൂട്ട്സ് കൊടുക്കുമ്പം ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പട്ടാളക്കാർ സഞ്ചരിക്കേണ്ട പാത എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്തായിട്ടുള്ള ടെറൈനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വളരെ ടാറിട്ട റോഡോ ഒന്നുമല്ല. പലപ്പോഴും വളരെ ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിക്കേണ്ട ഒരു വ്യക്തികളാണ് പട്ടാളക്കാർ. അപ്പോൾ അവരുടെ വഴികൾ അവർക്കൊരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി അവർക്കൊരു ബൂട്ട് നൽകുവാണെങ്കിൽ അത് ചളയുന്നില്ല. ഇപ്പം കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴിയാണെങ്കിലും അവർക്ക് വളരെ ഈസി ആയിട്ട് നടന്നു പോകാമെന്ന് പറഞ്ഞതുപോലെ, നമുക്ക് സുവിശേഷം പറയണം, അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം, സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഉള്ള ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ. നമ്മൾ ഏതൊരു വ്യക്തിയെ കണ്ടോട്ടെ, നമ്മളൊരു പുരുഷനെ കണ്ടാലും സ്ത്രീയെ കണ്ടാലും അവിടെ മറ്റ് പാപം ചെയ്യാനുള്ള ഒരു സാധ്യതകളും ഉണ്ടാകാതെ ഇരിക്കും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ആത്മരക്ഷയെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണ്. ലോകത്തിൻ്റെ ലോകവും അതിലുള്ളതൊക്കെ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് എന്ത് പ്രയോജനം? ഇത് നമ്മൾ അവിശ്വാസിയായ വ്യക്തികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലേ? നമ്മൾ ബൈബിളിലും ആ ചോദ്യം ആരോട് ചോദിക്കുന്നതാണ്? യഥാർത്ഥത്തിൽ ദ്രവ്യാഗ്രഹം പിടിച്ച് പൈസ കുമിഞ്ഞുകൂടിയ ഒരു മനുഷ്യന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അത് പിന്നെയും കൂട്ടി വെക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ച മനുഷ്യനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന് നിൻ്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ എന്ത് പകരം? നമുക്ക് യഥാർത്ഥമായിട്ടും ദൈവം നമ്മളെ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇതാണ്, സമാധാനത്തിൻ്റെ സുവിശേഷം കാലിന് ചെരുപ്പാക്കി വെക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും സുവിശേഷകരാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം സുവിശേഷകർ എന്ന് പറയുന്നത്, ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത് സഭയ്ക്ക് ദൈവം കൊടുത്തേക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേഴ്സൺസ് ഉണ്ടെങ്കിൽ പോലും എല്ലാ സഭയിലുള്ള എല്ലാ വിശ്വാസികളിലും അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തിയോട് സത്യവചനം പങ്കിടുക എന്നുള്ളൊരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ദൈവം നമുക്ക് തന്നേക്കുന്ന ആലോചനകൾ അത് വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. നമ്മൾ പറയുന്നത് യേശു രക്ഷിതാവാണെന്നുള്ളൊരു ബേസിക് ട്രൂത്ത് ആരോടും പറയാനായിട്ട് പ്രതിജ്ഞാബദ്ധരാണ് നാം ഓരോരുത്തരും. അപ്പോൾ അതിന് ദൈവം നമ്മുടെ പാദത്തെ ഈ സുവിശേഷം കൊണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ദ ഗോസ്പൽ കൊണ്ട് ദൈവം നമ്മളെ അണിയിച്ചിരിക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് നമ്മുടെ സാഹചര്യം എന്ത് തന്നെയായാലും, മാർഷി പ്ലേസസ് ആണെങ്കിലും
എന്ത് സ്ഥലമാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാം. കാരണം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെ കാണുമ്പോഴും നമുക്കൊരു ലക്ഷ്യം മാത്രം, ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ ഈ ഒരു ഭാരം ഈ നാളുകളിൽ നമുക്കൊക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ വേർഡിനോട് ചേർന്നിരിക്കുക. ദൈവം ഈ ഭാരമുള്ളിൽ തരികയും ദൈവം ഈ ഒരു ഷൂസ് നമ്മളെ ധരിപ്പിക്കട്ടെ. ശരിക്കും അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിശാചിനോട് എതിർക്കാൻ. കാരണം നമ്മുടെ ആഗ്രഹം ഇതാകുമ്പം നമ്മുടെ അറ്റൻഷൻ പോലും വേറെ ഒരു കാര്യങ്ങളിലേക്ക് ഡൈവേർട്ടഡ് ആകത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദ്രവ്യാഗ്രഹിയായ മനുഷ്യൻ, ആ മനുഷ്യനുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരുമ്പോൾ എന്തായാലും ആ മനുഷ്യൻ ദ്രവ്യത്തെക്കുറിച്ച് സംസാരിക്കത്തുള്ളൂ. നമ്മുടെ ലക്ഷ്യം സുവിശേഷം പറയാനാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പോയിന്റ് വെച്ച് ആ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചുള്ള സംസാരം നമ്മൾ നിർത്തും, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് മാറും. അല്ല, നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ചോ അയാളോട് സുവിശേഷത്തെക്കുറിച്ചോ ഒന്നും പറയണ്ടായെങ്കിൽ നമ്മളും അതിനകത്ത് ക്യാരിഡ് അവേ ആയി പോകും. നമ്മളും ദ്രവ്യത്തിനെക്കുറിച്ച് സംസാരിച്ച് ഒരു പക്ഷേ നമ്മളെ പിശാച് വേണമെങ്കിൽ ഒരു ട്രാപ്പിൽ കൊണ്ട് പെടുത്താം. അപ്പം അതാണ് ഒരു ഉദാഹരണം നമ്മൾ പറയുവാണെങ്കിൽ. നമുക്ക് അടുത്ത വചനത്തിലേക്ക് കടക്കാം. കാലിന് സമാധാനം സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുവിൻ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് വെപ്പൺ നമ്മൾ ഓരോരുത്തരും കയ്യിൽ പിടിക്കുന്ന ഒരു കാര്യമാണ് പരിച. ഇപ്പം നമ്മൾ വേറെ എന്ത് ബാക്കി ധരിച്ച ഓരോ കാര്യങ്ങളും, ബെൽറ്റായാലും ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ് ആണെങ്കിലും, അതുപോലെ പാദത്തിൽ ഇടുന്ന ഷൂസ്, ബൂട്ടാണെങ്കിലും, ഇതൊക്കെ ഓരോ ഏരിയ സ്പെസിഫിക് ആണ്. ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് വരുന്ന അമ്പുകളോ അല്ലെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ മാത്രം അവോയ്ഡ് ചെയ്യുന്നതാണെങ്കിൽ, ഫെയ്ത്ത്, ഈ ഷീൽഡിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഏത് ദിശയിൽ നിന്നും എന്ത് അമ്പുകൾ വന്നാലും അതിനെയൊക്കെ തടുത്താൻ പറ്റും. നമുക്ക് ഈ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതുകൊണ്ട് ഇതിൻ്റെ പൊസിഷൻ, ഇതിൻ്റെ വരുന്നതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഷീൽഡ് മാറ്റിക്കൊണ്ടിരിക്കാം. മാത്രമല്ല ഇത് ദൈവം തന്നേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീ അമ്പുകളെ ഒക്കെ കെടുക്കുവാൻ. അപ്പോൾ ദുഷ്ടൻ ഡെഫിനറ്റ്ലി തീ അമ്പുകൾ അയക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി മറ്റൊരു കാര്യം, ദുഷ്ടൻ അവൻ കർത്താവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുടെ നേരെ തീയമ്പ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി കർത്താവിൽ വിശ്വസിക്കാത്ത എല്ലാ മനുഷ്യരും അവൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പം അവൻ തീയമ്പുകൾ അയക്കണമെങ്കിൽ ഒരൊറ്റ കൂട്ടരുടെ അവൻ തീയമ്പുകൾ അയക്കത്തുള്ളൂ. അത് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടരെ തന്നെയാണ്. ഇപ്പം നമുക്ക് അതായത് നമുക്കിവിടെ ഈ ഒരു ഫെയ്ത്ത്, വിശ്വാസമെന്ന പരിചയം എന്ന അദ്ദേഹത്തിൻ്റെ വേർഡ് പറയുന്നത്. എന്തുവാണ് നമ്മളുടെ ഈ ഫെയ്ത്ത്? നമ്മൾ ഇതിനു മുമ്പേ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ് പറഞ്ഞപ്പം, അതായത് കവചത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും നീതി എന്ന് പറഞ്ഞ് 2 ആസ്പെക്റ്റ് പറഞ്ഞു, ഫെയ്ത്തും ലവും. അവിടെ പറയുന്ന ആ ഫെയ്ത്ത് അല്ല ഇവിടെ വിശേഷിച്ചിരിക്കുന്ന പരിചയുടെ വിശ്വാസമെന്ന പരിചയം എന്ന് പറയുന്നത്. എന്താണ് ആ ഫെയ്ത്ത്? ആ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഈ പിശാച് തീയമ്പുകളെ അയക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും തീയമ്പുകൾ വെച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പിശാച് നമുക്ക് തരുന്ന ഡൗട്ട്സുകളാണ്. നമ്മുടെ വിശ്വാസത്തെ തളർത്തുവാൻ വേണ്ടി, നീ ഇത്രയൊക്കെ വിശ്വസിച്ചിറങ്ങിയിട്ട് നിനക്ക് ഇന്നതൊക്കെ സംഭവിച്ചില്ലേ എന്ന് പലപ്പോഴും നമ്മൾ പിശാചിൻ്റെ കയ്യിൽ നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഫെയ്ത്തിൽ നിന്ന് നമ്മളെ കളയുവാൻ വേണ്ടി. നമുക്കൊരു ഉദാഹരണം നമ്മൾ പറയുവാണെങ്കിൽ, നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ ആദ്യത്തെ പാപത്തെക്കുറിച്ച് എടുക്കുമ്പോൾ നമുക്കറിയാം, ഹവ്വ ഉഭയത്താൽ ചതിക്കപ്പെട്ടവളാണ്. പിശാച് വന്നിട്ട് പറഞ്ഞത്, നമ്മളത് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നീ
വാസ്തവമായിട്ടും ദൈവം ഇത് തിന്നരുതെന്ന് നിന്നോട് പറഞ്ഞു എന്ന് ചോദിച്ചു. നമുക്ക് ആ ഭാഗം ഒന്ന് എടുത്ത് നോക്കാം. എങ്ങനെയാണ് പിശാച് ഹവ്വായെ ചതിച്ചതെന്ന് നോക്കാം. ആ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ അതിന് സ്ത്രീ തോട്ടത്തിലെ യഹോവയെ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുചിന്തകളെക്കാളും പാമ്പ് കൗശലമേറിയായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനൊരൊറ്റ ഉത്തരം കൊടുത്തു വിടേണ്ട കാര്യമേ ഉള്ളൂ. അതിനു പകരം സ്ത്രീ, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം പറഞ്ഞ കാര്യത്തിന് ജസ്റ്റ് വിപരീതമായ കാര്യം പിശാച് പറയുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുന്നത് 5-ാമത്തെ വാക്യത്തിൽ, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവുള്ളവരാവും, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. ഈ ഒരു വസ്തുത ഹവ്വായ്ക്ക് നന്മ ആണ് എന്ന് വിചാരിക്കുക. ഞാനൊരു അസ്യൂം ചെയ്യാൻ പറയുക. ആ നന്മ അത് നന്മയായിരുന്നെങ്കിൽ ഇപ്പം പിശാച് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടാ, നിനക്ക് നന്മയായ ഒരു കാര്യം ദൈവം എന്തുവാ ചെയ്തത്? ദൈവം വേണ്ട എന്ന് വെച്ചു അല്ലേ? ദൈവം തരുന്ന പ്രൊവിഷനെ അവിശ്വസിപ്പിക്കുന്നതാണ് പിശാചിൻ്റെ തീ അമ്പുകൾ. ഇവിടെ ഉടനെ അപ്പം നോക്കുക, ഇത് പറഞ്ഞു കഴിഞ്ഞ്, ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. സോ ദിസ് ഇസ് ഇറ്റ്. അപ്പം നോക്കിക്കേ, ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ നീ മരിക്കും. പിശാച് അതിൻ്റെ ഘടകവിരുദ്ധമായിട്ട് പറഞ്ഞു മരിക്കയില്ല. അത് പോരാഞ്ഞിട്ട് അതിനെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു, ഇതിനകത്ത് കുറച്ച് ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഞാൻ ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നതിന് തുല്യമാണ്. ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷേ ദൈവം നിനക്കത് നിഷേധിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്തുവാ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിലുമേ ഇതുപോലെ തന്നെയല്ലേ പിശാച് പലപ്പോഴും വന്ന് മന്ത്രിക്കുന്നത്? ദൈവം വാസ്തവമായിട്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? നോക്ക്, ഇത് നിനക്ക് തിന്മയ്ക്കായിട്ട് ഭവിച്ചില്ലേ? നീ വലിയ വിശ്വാസിയായിട്ടൊക്കെ ജീവിച്ചിട്ടും നിനക്കിത് ദുരന്തമല്ലേ സംഭവിച്ചത്? ഇങ്ങനെയൊക്കെ നമ്മളോട് പലപ്പോഴും പിശാച് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കർത്താവ് ഏറ്റുപറയുന്നൊരു കാര്യമുണ്ട്. ദൈവമേ, അവിടുന്ന് നമ്മളെ ദൈവം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നത് പോലെ. See, God loves just as he loved his son. നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നത് തൻ്റെ പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയായിട്ടുള്ളത് ഒന്നുപോലും നമ്മളിൽ ദൈവം നിഷേധിക്കുകയില്ല. ബിക്കോസ് ഹി ലവ്സ് us. അത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും നന്മ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ അത് ബാലശിക്ഷയുടെ ഭാഗമായിട്ടല്ലാതെ നന്മ ഇല്ലാതിരിക്കുന്ന ഒരു പ്രശ്നം അതിക്കുന്നില്ല. നേരോടെ നടക്കുന്നവർക്ക് യാതൊരു നന്മയ്ക്കും കുറവില്ല. ഇത്ര സ്നേഹനിധിയായ ദൈവമാണ്. ഈ ദൈവത്തെ അവിശ്വസിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രൊവിഡൻസിനെ ഡൗട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ തീ അമ്പുകളുമായിട്ട് വരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, ഏത് ഡയറക്ഷനിൽ നിലനിൽക്കണമെങ്കിലും നമുക്ക് വേണ്ടത് ഫെയ്ത്താണ്, ദ ഷീൽഡ്, ആ പരിച. അതേത് ഡയറക്ഷനിൽ നിന്ന് വരുന്നതിനെയും വെച്ചുകൊണ്ട് നേരെ അതിനെ എതിർക്കാൻ പറ്റും. മാത്രമല്ല, ഈ ഫെയ്ത്ത് എങ്ങനെയാണ് വരുന്നത്?
വിശ്വാസം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവവചനത്തോട് നമ്മൾ ധ്യാനിക്കുകയും ദൈവവചനത്തോട് പറ്റിയിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ ഓരോ സാഹചര്യങ്ങൾക്കും വേണ്ടതായിട്ടുള്ള ദൈവത്തിൻ്റെ വേർഡ് നമ്മുടെ ഉള്ളിൽ നിറയുകയും പിശാച് ഓരോ തവണ ഇത് പറയുമ്പോഴും ഹവ്വ ചെയ്തതുപോലെ അവനോട് സംസാരിക്കാനും അവനോടൊരു ഡിബേറ്റിൽ ഏർപ്പെടാനും ഒന്നും നിൽക്കാതെ കർത്താവ് ചെയ്തതുപോലെ വചനം വെച്ചുകൊണ്ട് തന്നെ അതിനെ നേരിടാനായിട്ട് സാധിക്കണം. ഇവിടെ നമ്മുടെ ഫെയ്ത്ത് ചോരേണ്ട ഒരു ആവശ്യമില്ല. ഈ ഫെയ്ത്താണ് ഈ കാലഘട്ടങ്ങളിൽ ദൈവമക്കൾക്ക് ഏറ്റവും ആവശ്യം. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, പത്രോസും ഇതുപോലെ കർത്താവിനെ ബോട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ കർത്താവ് വെള്ളത്തിൻ്റെ മീതെ നടന്നു വന്നപ്പോഴും പത്രോസിന് ആഗ്രഹമാണ് കർത്താവിനെ പോലെ തന്നെ നടക്കാൻ. കർത്താവ് പറഞ്ഞു നടന്നോളാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? അവിടെ വെച്ച് കുറച്ച് നടന്നു, കുറേ കഴിഞ്ഞപ്പോൾ താൻ കാറ്റും കടലിനെയൊക്കെ കണ്ട് താൻ മുങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ തനിക്കുണ്ടായ ഒരു പ്രശ്നം തനിക്കുണ്ടായ ഒരു പ്രശ്നം തന്നെ വിളിച്ച കർത്താവ്, തന്നെ വിളിച്ച് തന്നോട് ഇറങ്ങാൻ ആജ്ഞാപിച്ച കർത്താവ്. അപ്പോൾ കർത്താവ് എന്താ തള്ളിയിടാനാണോ വിളിച്ചത്? ഒരിക്കലുമല്ല. അവിടെയാണ് ഡൗട്ടിങ്. ആ ദൈവം തരുന്ന പ്രൊവിഷൻസിനെ ഡൗട്ട് ചെയ്യിക്കുവാൻ തക്കതായിട്ടുള്ള ഈ തീയമ്പുകളെ നേരിടാൻ നമുക്ക് വേണ്ടത് ഫെയ്ത്ത് തന്നെയാണ്. നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടിരുന്നു. പൗലോസ് കപ്പൽ ചേതം വരുന്ന സമയം, കപ്പൽ തകർന്ന സമയത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. എല്ലാവരും ഭാരപ്പെട്ടിരുന്നപ്പം അപ്പോസ്തലൻ പൗലോസ് എല്ലാവരുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, കപ്പൽ മൊത്തം നശിക്കുന്നെങ്കിലും നമുക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകാതെ നമ്മൾ രക്ഷപ്പെടുമെന്ന് തൻ വിശ്വാസത്തിൽ പറഞ്ഞു. അങ്ങനെ അവരെ ദൈവം അവിടെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് 17-ാമത്തെ വചനത്തിലേക്ക് കടക്കാം. അപ്പം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവിൻ. ഇനി 17-ാമത്തെ സെൻറ്റൻസിൽ പറയുന്നു, രക്ഷ എന്ന ശിരസ്ത്രവും. അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രവും, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. നമുക്കൊരു വചനം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നോക്കണം. അപ്പോൾ എന്നാൽ ഈ രക്ഷ യഥാർത്ഥത്തിൽ ഇത് എന്തുവാണ്? ഈ തലയിൽ വെക്കേണ്ട തൊപ്പി അല്ലെങ്കിൽ ഹെൽമെറ്റ് എന്ന് പറയുന്നത് അത് വെറുമൊരു രക്ഷ എന്ന് പറയുന്നത് ഇതൊരു അടിസ്ഥാനപരമായ രക്ഷയാണോ അതോ വേറെ എന്തെങ്കിലുമാണോ എന്ന് നമുക്ക് നോക്കാം. 1 തെസ്സലോനിക്കർ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ പറയാണ്. 1 തെസ്സലോനിക്കർ 5-ന്റെ 8-ാമത്തെ വചനം. 8-ാമത്തെ വചനത്തിൽ പറയുന്നു, നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അടുത്ത ഭാഗത്തിൽ ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയം ധരിച്ചു, ആൻഡ് ആസ് എ ഹെൽമെറ്റ് ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ. അപ്പോൾ ഇതെന്താണ്? ഇത് ഒരിക്കലും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ രക്ഷയല്ല. ദർ ഇസ് എ ഹോപ്പ് ഓഫ് അവർ സാൽവേഷൻ. അതെന്താണ്? അതെന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം പാപച്ചെളിയിൽ നിന്നും വിടുവിച്ച് രക്ഷിക്കപ്പെടുത്തി. ദാറ്റ് ഈസ് ദ പാസ്റ്റ്. നമ്മൾ ആദ്യമേ അനുഭവിച്ച രക്ഷ. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് പാപത്തിൻ്റെ മേളിലുള്ള ജയമാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ പ്രശ്നം എന്താ? പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് ഇനിയും വരാൻ പോകുന്നത് നമ്മളെ ഈ പാപ സാന്നിധ്യത്തിൽ നിന്ന് പോലും രക്ഷിക്കുവാനാണ് കർത്താവ് വരുന്നത്. ദാറ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് അവർ സാൽവേഷൻ. ഇതാണ് നമ്മുടെ തലയ്ക്ക് മീതെ വെച്ചിരിക്കേണ്ട ഒരു കാര്യം. തലയിൽ വെക്കേണ്ട ഒരു കാര്യം ഈ ഹെൽമെറ്റ് ഓഫ് സാൽവേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉറപ്പ്, ഈ പ്രത്യാശ, കർത്താവ് വീണ്ടും നമ്മളെ ചേർക്കുവാനായിട്ട് വരികയും പാപം പരിപൂർണമായിട്ടും പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലും എന്നെ രക്ഷിക്കുമെന്നുള്ളൊരു
ഉറപ്പാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പം പിശാചിനോടുള്ള യുദ്ധത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന് വേണ്ട ഷീൽഡ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് കണ്ടു. അടുത്തത് നമ്മുടെ ഹെൽമെറ്റ് ഓഫ് സൽവേഷനും. അപ്പം നമ്മുടെ ഹോപ്പിനെ കുറിച്ച്, നമ്മുടെ പ്രത്യാശയെക്കുറിച്ചൊക്കെ പലപ്പോഴും പിശാച് പല പല ഡൗട്ട്സുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കും. ഇപ്പം നമുക്ക് ഈ ലോകത്തിലെ ഇപ്പം ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവരെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുകയാണ്, മരിച്ചു പോകുന്നവരെക്കുറിച്ച് ജാതികൾ വിലപിക്കുന്ന പോലെ വിലപിക്കേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ്? കാരണം നമുക്കവിടെ ആ ഒരു അധ്യായത്തിൽ അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് സ്ഥിരം അറിയാവുന്ന കാര്യമാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഇത് എഴുതുന്നു. എന്താ, അറിവില്ലാത്തവരാകരുതെന്ന് ആഗ്രഹിക്കുന്നു. അതായത് സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കുന്നു. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാത്തവരാകരുത്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കും, മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഇരിക്കും. ഇതാണ് നമ്മുടെ രക്ഷയുടെ പ്രത്യാശ. അപ്പം നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും അധികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്താ? ലോകത്തിലെ ഒരു മരണം, അല്ലേ? ഈ ഒരാൾ മരിക്കുമ്പോഴും ബാക്കിയുള്ള ബന്ധുക്കളോട് ദൈവത്തിൻ്റെ വേർഡ് പറയുക, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ കരഞ്ഞ് വിലപിക്കേണ്ട ഒന്നും കാര്യമില്ല. കാരണം ഈ ലോകത്തിലെ ജീവിതം നിത്യമായിട്ടുള്ള ഒരു ജീവിതമല്ല, എന്തായാലും ഒരു എൻഡുണ്ട്. അപ്പം ഇതോടുകൂടി കഴിഞ്ഞു എന്നൊരു ചിന്തയുടെ ആവശ്യമേ ഇല്ല. കാരണം നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു നമ്മളെ ചേർക്കുവാനായിട്ട്. സോ ഇതൊരു പ്രതീക്ഷയാണ്. ഇത് ഹെൽമറ്റായിട്ട് ധരിക്കുന്നെങ്കിൽ പിശാചിൻ്റെ ഒരുപാട് നമ്മളെ തകർക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ തളർത്താനായിട്ട് അവൻ ഉപയോഗിക്കുന്ന ഒരു ആയുധങ്ങളും ഫലിക്കുകയില്ല. കാരണം നമുക്ക് അത്ര ഷ്യൂറാണ് നമ്മളുടെ വീണ്ടെടുപ്പിനെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അത്രയും ഉറപ്പുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു ലോസും ഒരു നഷ്ടവും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുകയില്ല. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ നമ്മൾ ധരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വേർഡ് നമ്മൾ ആവശ്യപ്പെടുന്നു. നമുക്ക് തിരിച്ച് എഫെസ്യർക്കെതിരെ ലേഖനത്തിൽ വരുമ്പോൾ വീണ്ടും പറയുകയാണ്, ആൻഡ് ദ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ രക്ഷ എന്ന ശിരസ്ത്രവും, അതിപ്പോൾ നമ്മൾ കണ്ടു, അത് ഹോപ്പ് ഓഫ് സാൽവേഷൻ ആണ്. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. അടുത്ത് എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ വചനമെന്ന വാള്. നമുക്ക് പലർക്കും അറിയാം, ദൈവത്തിൻ്റെ വേർഡിനെ കുറിച്ച് പറയാവുന്ന വാളാണെന്ന്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനമോ ഇരുവായ്ത്തലയുള്ള വാളാണ്. അപ്പം ഈ വചനം ഉപയോഗിക്കാനാണ്. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളെ കർത്താവ് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് പരീക്ഷിതനാകാൻ ഉപവാസമെടുത്ത് 40 ദിവസവും 40 രാവും പകലും ഉപവാസമെടുത്ത് താൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന രംഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 3 ഇൻസിഡൻ്റ് അവിടെ എഴുതിയെടുത്ത് 3 കർത്താവ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ വചനമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മളപ്പം ഈ വചനം, ഇവിടെ ഈ വചനം എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വേർഡ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കറിയാം, ലോഗോസും റീമ എന്നും പറഞ്ഞ 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ വേർഡ് എന്ന് ഉപയോഗിക്കുന്നത് ഒരു ജനറൽ രീതിയിലല്ല, സ്പെസിഫിക് ആണ്. ഓരോ സിറ്റുവേഷനിലും വേണ്ട ഓരോ വേർഡുണ്ടോ. അപ്പം ഓരോ വേർഡും എടുത്ത് പ്രയോഗിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം കർത്താവ് തന്നെ കാണിച്ചു തന്നു.
കർത്താവിനോട് പറഞ്ഞു, പിശാച് പറഞ്ഞു, ഈ കല്ല് അപ്പമാക്കി മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്കറിയാം അതാണ് കർത്താവും ഹവ്വയും തമ്മിലൊരു വ്യത്യാസം അവിടെയാണ്. അവിടെ ഹവ്വ വേറൊന്നും ചെയ്യേണ്ട, ആ വേർഡ് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ പിശാച് വിട്ടുപോയത്. ഇതങ്ങനെയൊന്നുമല്ല, അവിടെ ഒരു ഡിസ്കഷനിലേക്ക് ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ കർത്താവ് അവിടെ പറയുകയാണ്, കർത്താവ് സ്പെസിഫിക്കായിട്ട് ഈ കല്ല് ആക്കാൻ പറഞ്ഞപ്പം കർത്താവ് ആവർത്തന പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുമെന്നും എഴുതിയിട്ടുണ്ടല്ലോ. ഇനി അടുത്ത പരീക്ഷണത്തിൽ തന്നെ പള്ളിയുടെ മുകളിൽ കൊണ്ടുപോയി എടുത്ത് ചാടാൻ പറഞ്ഞപ്പോഴും അവിടെയും പിശാച് വചനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴും കർത്താവ് വചനം കൗണ്ടറായിട്ട് അടുത്ത വചനം എടുക്കുകയാണ്. ശരിയാണ്, ഇങ്ങനെയാണ് നമ്മളതിനെയൊക്കെ പഠിക്കേണ്ടത്. ദൈവം സംരക്ഷിക്കുമെന്നുള്ള ഒരു സത്യമാണെങ്കിലും അതിനും മീതെ നിൽക്കുന്ന വേറൊരു വചനമുണ്ട്. അതായത് നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുതെന്നും എഴുതിയിരിക്കുന്നല്ലോ. നമുക്ക് മൂന്നാമത് പിന്നെ തന്നെ ആരാധിക്കാൻ പിശാച് ആവശ്യപ്പെട്ടപ്പം കർത്താവ് വളരെ ക്ലിയറായിട്ടും അവിടെയും ദൈവത്തിൻ്റെ വചനം എടുക്കുക. അപ്പം നമുക്ക് ഈ 3 വചനങ്ങളും ഡിഫറെൻ്റ് സിറ്റുവേഷനിലുള്ള വചനമാണ്. ഇങ്ങനെ ഈ ഡിഫറെൻ്റ് സ്വാർഡ്സ്, അതായത് ഇതിനെ നമുക്കിങ്ങനെ ചിന്തിക്കാം, ഒരുപാട് സ്വാർഡ്സ്, കുഞ്ഞു കുഞ്ഞു സ്വാർഡ്സുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു വാളുകളാണ്, ഓരോ സിറ്റുവേഷനും വേണ്ട വാളുകൾ. ഓക്കെ, അപ്പം കർത്താവിനോട് പറഞ്ഞ് കല്ല് അപ്പമാക്കണമെന്ന് പറഞ്ഞപ്പം അതിന് കൃത്യമായിട്ടും ഒരു വചനം ആവർത്തന പുസ്തകത്തിൽ അത് കർത്താവിന് എടുക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ കുഴപ്പം എവിടെയാണ്? നമുക്ക് ഈ പരീക്ഷകൾ വരുമ്പോൾ കൃത്യമായിട്ട് ഈ വചനം എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മൾ വചനം പഠിക്കണമെന്നും വചനം ധ്യാനിക്കണമെന്നും പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിട്ടോ അല്ലെ വചനം മൊത്തവും പഠിച്ചു വെച്ചിട്ടോ സ്വർഗത്തിൽ കയറാനോ ഒന്നുമിനുമല്ല. എന്തിനാണെന്ന് വെച്ചാൽ പിശാചിൻ്റെ ഓരോ പദ്ധതികളെയും വെട്ടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായ ദൈവത്തിൻ്റെ വചനം വേണം. ഈ വചനം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ആ വചനം ഏറ്റുപറയുക തന്നെയാണ് വേണ്ടത്. കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. കർത്താവ് തൻ്റെ നാവ് ഉപയോഗിച്ച്, വചനം ഉപയോഗിച്ച് പിശാചിനെ വെട്ടിയത് പോലെ തന്നെ കർത്താവിൻ്റെ വേർഡിൽ പറയുകയാണ്, എന്താ പറഞ്ഞേക്കുന്നത്, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുകയും. അപ്പം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹോൾ വേർഡ് ഓഫ് ഗോഡ് എന്നൊരു ജനറൽ വേർഡ് ഓഫ് ഗോഡ് എന്നുള്ളതല്ല, സ്പെസിഫിക് ടു ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻ, നമ്മുടെ ഓരോ സാഹചര്യത്തിനും വേണ്ട വചനങ്ങൾ. ഓക്കെ, ഇപ്പം ഒരു വിഷയം പിശാച് നമ്മളോട് തന്നെ പറയാം, നിനക്ക് നല്ല ഭാവിയൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ ആലോചനകളെല്ലാം, നമ്മളെക്കുറിച്ചുള്ള ആലോചനകളെല്ലാം ശുഭഭാവിയാണ്, അല്ലേ? അപ്പം നമുക്ക് ആ വേർഡ് നമ്മുടെ ഉള്ളിൽ വന്നു. ഇപ്പം നിനക്കൊരിക്കലും സൗഖ്യം കിട്ടത്തില്ല എന്ന് പിശാച് കൂടെ വന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വേർഡിലുണ്ട്, അവനവൻ്റെ വചനം അയച്ച് നമ്മളെ സൗഖ്യമാക്കുന്നു. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഓരോ മനുഷ്യരും അവനവനായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവനവൻ കണ്ടുപിടിക്കണം ഏതാണ് ഓരോ സാഹചര്യത്തിലും വേണ്ട വേർഡ്. അപ്പം ആ കൃത്യസമയത്ത് അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ സമയത്തല്ല ട്രെയിനിങ്ങിന് പോകേണ്ടത്. അതാണല്ലോ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. നമ്മൾ ട്രെയിൻഡായി സജ്ജരായിട്ടിരിക്കണം. എപ്പോഴാണ് യുദ്ധം വരുന്നതെന്നറിയില്ല. ആ സമയത്ത് ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത് അതിന് ഒരു വഴിയേ ഉള്ളൂ. അതാണ് അടുത്തത് ഇനിയും പറയാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. ഇപ്പോൾ ഇനിയും പറയുകയാണ് 12ാമത്തെ വാക്യത്തിൽ,
വിത്ത് ഓൾ പ്രെയർ ആൻഡ് പെറ്റീഷൻ പ്രേ അറ്റ് ഓൾ ടൈംസ് ഇൻ ദ സ്പിരിറ്റ്. അപ്പം സകല പ്രാർത്ഥനയാലും അപേക്ഷയാലും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക. സോ പ്രെയർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. നമ്മൾ ഇതിനി എത്ര പടച്ചട്ട ഇട്ട് എന്ന് പറഞ്ഞാലും പ്രെയറാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ നിസ്സഹായ അവസ്ഥ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ അറിയിക്കുകയാണ്. ഓരോ സിറ്റുവേഷൻസിലും ഞാൻ യഥാർത്ഥമായിട്ടും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നെങ്കിൽ ദൈവം കൃത്യമായിട്ടും ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കും. ദൈവം ഇത് കൃത്യമായിട്ടും ഉപയോഗിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. അപ്പം നമുക്ക് ഇവിടെ പറയുകയാണ്, പ്രസിഡന്റ് പറയുകയാണ്, വിത്ത് ഓൾ പ്രെയർ ആൻഡ് പെറ്റീഷൻ പ്രേ അറ്റ് ഓൾ ടൈംസ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക. എന്താണ് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക? ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യു ക്യാൻ പ്രേ ഇൻ ദ ഫ്ലഷ് ആസ് വെൽ. ജഡീകമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. മെക്കാനിക്കലായിട്ടുള്ളൊരു പ്രാർത്ഥനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായിട്ടും സ്പിരിറ്റ് ലെറ്റായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് ബേർഡനോടുകൂടി ഭാരം, ദൈവം ഓരോരുത്തരെക്കുറിച്ചും ദൈവം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഹാബിറ്റ് നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവം ടൈംലി ആയിട്ട് ദൈവം ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു ബേർഡൻ തരും. അത് കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. മാത്രമല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും ആവശ്യമേറിയ ഒരു കാര്യം പ്രാർത്ഥന തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ഭൂമിയിൽ വന്നപ്പോൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇവൻ തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രഭാതത്തിൽ തൻ പിതാവുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇടയ്ക്ക് ശുശ്രൂഷകളുടെ ഇടയ്ക്ക് നമ്മൾ വായിക്കുന്നു, ഈ അപ്പം കൊടുത്തതിന് ശേഷം, ആ അത്ഭുതം ചെയ്തതിന് ശേഷം കർത്താവ് പെട്ടെന്ന് മലയുടെ മുകളിലേക്ക് കയറി. ഓരോ സിറ്റുവേഷൻസിലും തനിക്ക് പ്രാർത്ഥനയെന്ന് പറയുന്ന ഒരു വലിയ കാര്യം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. നമുക്ക് മുമ്പിൽ നല്ലൊരു മാതൃക കാണിച്ചു തന്നേച്ച് പോയിരിക്കുകയാണ്. സോ പ്രെയർ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഇവിടെയും പൗലോസ് പറയുകയാണ്, പൗലോസിലൂടെ ദൈവാത്മാവ് പഠിപ്പിക്കുകയാണ്, സകല പ്രാർത്ഥനയിൽ യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുകൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. ഈ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നമ്മൾ പൂർണ്ണ സ്ഥിരത കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കടകടച്ചിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഓരോ സമയത്തും നമുക്ക് ആ ഭാരം വരുന്നതിനനുസരിച്ച് നമ്മുടെ ചേർച്ച് മെമ്പേഴ്സിനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെക്കുറിച്ചും ദൈവം ആ ഒരു ഹാബിറ്റ് ഉണ്ടാവുന്നതിനനുസരിച്ച് നമുക്കിത് ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യുന്നൊരു ഹാബിറ്റാണ് ഈ പ്രാർത്ഥിക്കുന്ന ഒരു രീതി. എന്നിട്ട് പറയുകയാണ്, അതിന് മാത്രമല്ല, ആൻഡ് പ്രേ ഓൺ മൈ ബിഹാഫ് ദാറ്റ് ദ അട്രൻസ് മേ ബി ഗിവൺ ടു മീ ഇൻ ദ ഓപ്പണിംഗ് ഓഫ് മൈ മൗത്ത് ടു മേക്ക് നോൺ വിത്ത് ദ ബോൾഡ്നെസ് ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ. മലയാളത്തിലും വായിക്കാം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവിൻ. ഐ മേ ബോൾഡ്ലി സ്പീക്ക്. എനിക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ. അപ്പോൾ ആരാ ഇത് ആവശ്യപ്പെടുന്നത്? പ്രശ്നം പൗലോസ് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ധൈര്യത്തോടെ ഈ സുവിശേഷത്തിൻ്റെ മർമ്മം പ്രസംഗിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. സോ ഇതിൽ നിന്നെന്താ, നമ്മൾ ആസ് എ ചേർച്ച് മെമ്പേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളത് എന്താ? ഒന്ന്, നമ്മുടെ സഭയിലുള്ള ഓരോ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ വിശ്വാസികൾക്കും അവർക്ക് വാതിലുകളെ തുറക്കുവാനും ദൈവത്തിൻ്റെ വചനങ്ങൾ മറ്റുള്ളവരോട് പങ്കിടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ട്രൂത്ത് നിലപാടുകൾ ധൈര്യത്തോടെ എടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു വചനം നമുക്ക് വായിക്കാം. 138 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമാണത്. നമ്മൾ പലപ്പോഴും അതൊന്നും അത് എത്ര കണ്ട് അതൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. 138 സങ്കീർത്തനത്തിൽ അതിൻ്റെ 1-2 വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ മൂന്നാമത്തെ വചനം, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി,
എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പം നടക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മുടെ ഉള്ളിൽ ബലം നൽകി, ദൈവം ശക്തി തന്നു, ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തുക. ഗീവ് us ബോൾഡ്നെസ്. അപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ കാര്യം പറയുന്നതിന് നമുക്കൊരു ധൈര്യക്കുറവിൻ്റെ ആവശ്യമില്ല. കർത്താവാണ് ദൈവം നമ്മളെ വിളിച്ചത്. നമുക്ക് വേറെ ഈ ലോകത്തുള്ള ഒരു മനുഷ്യനോടും കർത്താവിനേക്കാൾ അപ്പുറമായി ഒന്നുമില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ കർത്താവിനെക്കുറിച്ച് എവിടെയും പറയാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ധൈര്യം കിട്ടും. ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ്? only through prayer. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി മേലിൽ ഈ യേശുവിൻ്റെ നാമം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും ചെന്ന് സഭയോട് ഇത് അറിയിച്ചു. എന്താ സംഭവിച്ചത്? സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചു ഇതേ കാര്യം. അവിടെ പിശാച് ഒരു വലിയ ധൈര്യം ചോർത്താൻ വേണ്ടി അവനവിടുത്തെ ഭരണാധികാരികളെ ഉപയോഗിച്ച് ഈ സഭയെ തകർക്കാനായിട്ട് ശ്രമിച്ചതാണ്, അല്ലെങ്കിൽ ഈ സുവിശേഷ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ്. അപ്പം ഒബ്വിയസ്ലി നിങ്ങൾ ഇനി ഇത് ചെയ്യരുതെന്നൊക്കെ നമ്മുടെ ഇടയിൽ വന്നാലും നമ്മുടെ ഉള്ളിലൊരു ഭയവും ഒക്കെ ഉണ്ടാകും. അവിടെ അവർ സഭയായിട്ട് എന്താ ചെയ്തത്? അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ വായിക്കുന്നത് അവർ ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. ദേ സ്പോക്ക് ദ വേർഡ് വിത്ത് ബോൾഡ്നെസ്. അപ്പോൾ ഈ ബോൾഡ്നെസ് എന്ന് പറഞ്ഞ കാര്യം വരുന്നത് ത്രൂ പ്രെയറാണ്. സോ ഓരോരുത്തർക്കും വേണ്ടി മാത്രമല്ല, ഈ പ്രെയർ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? സ്വന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. സ്വന്തം വിഷയങ്ങൾ പ്രാർത്ഥിക്കാനല്ല ഇവിടെ പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഭാരം കൃത്യമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഏരിയാസിൽ നമ്മൾ ചോദിക്കാതെ പോലും നമുക്ക് വിടുതൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് താഴോട്ട് വായിക്കാം. ഞാൻ ഇനി ഇതിൻ്റെ കൺക്ലൂഡിങ് പാർട്ടാണ്, എഫെസ്യ ലേഖനത്തിൻ്റെ കൺക്ലൂഡിങ് പാർട്ട്. ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്നും എൻ്റെ അവസ്ഥ നിങ്ങളെ അറിയിക്കേണ്ടതിനും പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് അല്ലെങ്കിൽ ടെക്കിക്കസ് നിങ്ങളോട് സകലവും അറിയിക്കും. അപ്പോൾ ഈ ലെറ്റർ കൊടുത്തു വിടുകയാണ് ടിക്കിക്കസ് എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച്, അതായത് പൗലോസിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, കർത്താവിൽ വിശ്വസ്തനും ശുശ്രൂഷകനുമായ തിഹിക്കോസ്. അപ്പോൾ നോക്കിയേ, ഇത് തിമോത്തിയോസിനെ പോലെ ഉള്ള ഒരാൾ. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയിക്കുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ആ ഒരു ഫെലോഷിപ്പാണ്. അപ്പം നമ്മളിവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുക, നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഇന്ന വ്യക്തി അങ്ങോട്ടേക്ക് അയക്കുന്നു. എന്നിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. എന്നിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരുടെയും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പാസേജ് വായിച്ച് എൻഡ് ചെയ്യുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, അപ്പോസ്തലനായ പൗലോസിൻ്റെ ഉള്ളിലുള്ള ദൈവം കൊടുക്കുന്ന ഒരു വലിയ ആഗ്രഹമുണ്ട് ഇവരെക്കുറിച്ച്. എന്താണ്? ഗ്രേസ് ബി വിത്ത് ഓൾ ദോസ് ഹു ലവ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ഇൻകറപ്റ്റബിൾ ലവ്. എങ്ങനെ സ്നേഹിക്കാൻ? അക്ഷയമായി, യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരുടെയും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. അപ്പം അൾട്ടിമേറ്റ്ലി ഇതെല്ലാം വായിച്ച് എൻഡിലെത്തുമ്പോൾ ഓരോ മനുഷ്യനോടും ദൈവം പറയുന്നത് തന്നെയാണ്, നാം സിൻസിയറായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് കർത്താവിനെ സ്നേഹിക്കുന്നവരാകട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കൃപ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലിലുണ്ടാകും. നമ്മൾ വളരെ പ്രാഗൽഭ്യത്തോടുകൂടി കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനും കർത്താവിന് വേണ്ടി ഈ ഭൂമി ജീവിക്കുവാനും ഇടയായിത്തീരും. ദൈവം അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.